ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി ചക്കപ്പുഴുക്കിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ തംബ്നെയിൽ പോലെ അവിവാഹിതരെ ഇതിലെ ഇന്നത്തെ യുവതലമുറ ഫേസ് ചെയ്യുന്നതിൽ കൂടുതലായിട്ട് അവരെക്കാളധികം ഒത്തിരിയധികം സ്നേഹിക്കുന്ന അവരുടെ മാതാപിതാക്കന്മാർ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം അവർക്കതൊരു വലിയ പ്രശ്നമല്ല. അവർ പലരും തീരുമാനിക്കുവാണ്, ഞങ്ങൾക്ക് വിവാഹമേ വേണ്ട, ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് ജീവിച്ചാൽ മതി എന്ന് തീരുമാനിക്കുമ്പോൾ അതിലേറ്റവും കൂടുതൽ വിഷമിക്കുന്നത് ആരാ? അവരല്ല. അവരുടെ ഇഷ്ടത്തിന് അവർ തീരുമാനിക്കുന്നതാണ്. അവർക്കതാണ് കംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യം. അവരത് അല്ലാതെ അവർ സമാധാനവും സന്തോഷമായിട്ട് എൻജോയ് ചെയ്ത് അവരുടെ തന്നെയുള്ള ജീവിതം അവർ ജീവിക്കുന്നത്. അവർക്കതിലൊരു സങ്കടമല്ല. പക്ഷെ അതിൽ സങ്കടപ്പെടുന്നത് അവരെ ഒത്തിരിയധികം സ്നേഹിക്കുന്ന അവരുടെ പേരൻസാണ്. അപ്പോൾ ആ ഒരു രണ്ട് കാലഘട്ടങ്ങളുടെ ചിന്താഗതികളുമായിട്ട് ഇതിനെ ഒന്ന് കമ്പയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ എൻ്റെ ഒരു കൊച്ചു ചിന്ത നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. അതുകൊണ്ടൊരു എന്തെങ്കിലും വ്യത്യാസം വരുമെന്നോ ഒന്നുമല്ല. പിന്നെ കുറച്ച് ദുഃഖങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് കരഞ്ഞു കഴിയുമ്പം മനസ്സിലൊരു ആശ്വാസം കിട്ടില്ല, അത്രയേ ഉള്ളൂ. അപ്പം പണ്ടൊരു കാലഘട്ടം ഒരു 50s വരെയും നമുക്ക് എടുക്കാം. 50s, 60s, 70s, 80s അപ് ടു 90s. വിവാഹം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തെ മാറിമറിപ്പിക്കുന്ന വലിയൊരു സംഭവമാണ്. ബിഫോർ ക്രൈസ്റ്റ്, ആഫ്റ്റർ ക്രൈസ്റ്റ് എന്നൊക്കെ പറയുന്നത് രണ്ട് കാലഘട്ടങ്ങളായിട്ട് ഇരിക്കുന്ന പോലെ മനുഷ്യ ജീവിതത്തെ രണ്ട് കാലഘട്ടങ്ങളായിട്ട് ബിഫോർ മാരിയേജ് ആൻഡ് ആഫ്റ്റർ മാരിയേജ്, അങ്ങനെ BM and AM എന്ന് പറഞ്ഞ പോലെ തിരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പം ചില ആൾക്കാർക്ക് ബിഫോർ മാരിയേജ് ഭയങ്കര സുന്ദര സ്വപ്ന പ്രതീക്ഷകളും ഒക്കെ ആയിട്ട് ഒത്തിരി ഭാവന ജീവികളായിട്ടൊക്കെ ജീവിച്ച ആൾക്കാരുടെ ജീവിതം ഈ ചരട് പൊട്ടിയ പട്ടം പോലെ ചിലപ്പം പൊട്ടിത്തകർന്ന് താഴെ വീഴുന്ന ദുഃഖകരമായ കാഴ്ചയും, മറ്റു ചിലർക്ക് ചിലപ്പോൾ അവരുടെ മുമ്പിലുള്ള ലൈഫിനേക്കാളും നല്ല ഒരു ലൈഫായിരിക്കും വിവാഹത്തിന് ശേഷം കിട്ടുന്നത്. അത് കൂടുതൽ എനിക്ക് തോന്നുന്നു ഈ ഭാവനാജീവികൾക്കാണ് കൂടുതലും ഈ തകർച്ചകൾ സംഭവിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. വലിയ ഭാവനയൊന്നും ഇല്ലാതെ ഒരു സാധാരണ രീതി ചിന്താഗതിയൊക്കെ ആയിട്ട് പോകുന്ന ആൾക്കാരൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് പോകും. പക്ഷേ ഒരു പുരുഷനും ഒരു സ്ത്രീയും തമ്മിലുള്ള ഒരു കെമിസ്ട്രി, ഒരു കോംബോ, വിവാഹ ജീവിതം അല്ലെങ്കിൽ ആ ഒരു കൂട്ടുകെട്ട്, മരണം വരെയുള്ള ഒരു ഗീവ് ആൻഡ് ടേക്ക് പോളിസി, ഒരു കെയറിങ് ആൻഡ് ഷെയറിങ് എന്നുള്ളതാണല്ലോ. അഡ്ജസ്റ്റ്മെൻ്റ് എന്നതിനേക്കാൾ ഉപരിയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു കരുതൽ സ്നേഹവും, അത് ഒരു പ്രത്യേക ഒരു കോംബോ ആകാൻ വളരെ ചുരുക്കം ചില ഭാഗ്യവാന്മാർക്കും ഭാഗ്യവതികൾക്കും മാത്രമേ അതിനുള്ള ഭാഗ്യമുള്ളൂ. മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ബന്ധങ്ങളൊക്കെ. പിന്നെ ബാക്കിയുള്ളവരൊക്കെ രണ്ട് വ്യക്തികളാകുമ്പം കുറച്ചൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ കാണും. അപ്പം ചട്ടിയും കലവണ തട്ടിയും മുട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞ പോലെ അങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തൊക്കെ അങ്ങനെ അങ്ങ് പോകും. അപ്പോൾ എന്തോ ബാലചന്ദ്ര മേനോൻ്റെ ഒരു ഇൻ്റർവ്യൂവിലാണോ അതോ എവിടെ എഴുതിയത് വായിച്ചതാണോ ഞാനിപ്പോൾ ഓർക്കുവാണ്. പിന്നെ കല്യാണം എന്ന് പറയുന്നത് 3 റിങ്ങാണ്. അതായത് എൻഗേജ്മെൻറ്റ് റിങ്, വെഡ്ഡിങ് റിങ്, പിന്നത്തേത് സഫറിങ്, അങ്ങനെയാണ്. പിന്നെ കുറച്ച് പേരുടെ ജീവിതം നമ്മുടെ സാധാരണ കല്യാണം കഴിയുമ്പോഴേ ഭയങ്കര ബാലചന്ദ്ര മേനോൻ്റെ പണ്ടത്തെ മൂവികളിലൊക്കെ ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ള കുറേ ഇതുണ്ടല്ലോ. ബാലചന്ദ്ര മേനോൻ, ശോഭന ജോഡി, ബാലചന്ദ്ര മേനോൻ, പൂർണിമ ജയറാം ജോഡികൾ, പിന്നെ പാർവതി, വിവാഹിതരെ ഇതിലേതുകൊണ്ട് ബാലചന്ദ്ര മേനോൻ, പാർവതി, അങ്ങനെയൊക്കെയുള്ള അതിൻ്റെ അകത്തൊക്കെ ഇങ്ങനെ ഭയങ്കര റൊമാൻറ്റിക് ഒരു കുടുംബ ജീവിതത്തിൻ്റെ വശങ്ങളാണ് അതിൻ്റെ അകത്ത് കാണിക്കുന്നത്. അങ്ങനെയായിരിക്കും കുറച്ച് കാലം ജീവിതം പോകുന്നത്, ആദ്യത്തെ കുറച്ച് കാലം. അത് കഴിയുമ്പം പിന്നെ ഈ ഷാജി കൈലാസിൻ്റെ സ്റ്റണ്ട് മൂവി പോലെ എങ്ങനെ ഇടിയും പടയും വഴക്കും എല്ലാം ആയി കഴിയുമ്പോൾ പിന്നെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ പിന്നെ കുറച്ചൊക്കെ ഇങ്ങനെ സത്യനന്ദിക്കാടിൻ്റെ കൊച്ചു സന്തോഷങ്ങൾ പോലെ കുറച്ച് പിന്നെ അതൊക്കെ കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ നടിച്ച് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കുറച്ച് പോകും. പിന്നെ കുറച്ച് കഴിയുമ്പം നമ്മൾ അടൂർ ഗോപാലകൃഷ്ണൻ്റെ അവാർഡ് മൂവി പോലെ മിണ്ടാട്ടമില്ല, ഉരിയാട്ടമില്ല, നീണ്ട നിശബ്ദതയാണ്. ആ നിശബ്ദത മരണം വരെ നീണ്ടു നിൽക്കുവാണ്. ഒരാളെ കണ്ടാൽ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മുഖം ധരിച്ച് സമൂഹത്തെ പേടിച്ച് മറ്റുള്ളവരെ പേടിച്ച് നമ്മൾ പിന്നെയുള്ള ശിഷ്ടകാലം മൗനത്തിൽ ജീവിച്ച് മരിക്കുന്നു. അങ്ങനെ സംഭവിക്കുന്നവരുണ്ട്. ചിലർ ഒട്ടുമേ അത്യാവശ്യം പൊരുത്തക്കേടുകളൊക്കെ എല്ലാ രണ്ട് വ്യക്തികളാകുമ്പോൾ ഉണ്ടാകും. അപ്പം ചില ആൾക്കാരാണെങ്കിൽ ഒരിക്കലും ചേരാൻ പാടില്ലാത്ത ചില ബന്ധങ്ങൾ തമ്മിൽ ചേരും. അപ്പോൾ അവർ തമ്മിൽ ഈ വിദ്യാഭ്യാസപരമായിട്ടൊരു ചർച്ചയില്ല, ചിന്താഗതികൾ തമ്മിൽ യാതൊരു ചർച്ചയില്ല, ഒരു വിധത്തിലും ഒത്തുപോകാൻ പറ്റിയല്ലാത്ത ആൾക്കാർ. അവരും കുറേ ഇതുപോലെ തന്നെ ഫൈറ്റ് ചെയ്ത് നോക്കും. ആദ്യത്തെ കുറേ കാലങ്ങളിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനും ആ സ്നേഹം ഉള്ളതുകൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ. പിന്നെ കുറച്ച് ജീവിതം മുമ്പോട്ട് പോകുമ്പോൾ ഒട്ടുമേ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയല്ലാത്ത അവസ്ഥയാകും. പിന്നെ അന്നത്തെ കാലത്തൊക്കെ ഡിവോഴ്സ് എന്നൊക്കെ പറയുന്നത് ഇന്നും അതെ, അതിനൊത്തിരി നിയമപരമായ കുറേ ചടങ്ങുകളുണ്ട് അല്ലേ. അപ്പം ഇപ്പം 2 പേര് തമ്മിൽ ഒരാളുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെ ഒരാളെ സ്നേഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നത് അത് നമ്മുടെ മനസ്സിൽ നിന്ന് വരേണ്ടതാണ്. ഒരാളുടെ പ്രവൃത്തികളിൽ കൂടിയാണ് നമ്മൾ ഇപ്പം ഭർത്താവിന് മനസ്സിൽ കയറുന്നതാണെങ്കിലും തിരിച്ചാണെങ്കിലും
കുഞ്ഞുങ്ങളുടെ മനസ്സിലാണെങ്കിലും നമ്മൾ കയറുന്നതാണെങ്കിലും ഒക്കെ നമ്മുടെ പ്രവൃത്തികളിൽ കൂടെയാണ്. ഈവൻ നമ്മുടെ കൂട്ടുകാരുടെ മനസ്സിൽ പോലും നമ്മൾ എന്നും ഇരിക്കുന്നത് നമ്മുടെ പ്രവൃത്തികളിൽ കൂടെയാണ് അല്ലേ. അപ്പോൾ അത് ഏതെങ്കിലും വിധത്തിൽ ചേരാതെ വരിക, ഒരു വിധത്തിലും അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാതെ വരിക എന്ന് പറയുന്നത്, നീ അവനെ സ്നേഹിക്കുക അല്ലേ, നീ അവനെ അഡ്ജസ്റ്റ് ചെയ്യുന്ന ബലമായിട്ട് പറഞ്ഞാൽ നമുക്കൊരിക്കലും അത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരേണ്ടതാണ്. അത് ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തികളിൽ കൂടെയും അല്ലെ ആ ഒരു പൊരുത്തം, ഏകദേശമെങ്കിലും ഒരു ചർച്ചയൊക്കെ ഒന്നും ഇല്ലാത്ത ബന്ധങ്ങൾ, ഒരു ആലോചനയും ഇല്ലാതെ ചുമ്മാ പോയി എടുത്തിയാടി ഒപ്പിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് ഇതിന് കുറേ ദൂഷ്യഫലങ്ങൾ വരുവാണ്. ആ രണ്ട് വ്യക്തികൾ മാത്രമല്ല, അതിൽ നിന്നുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ, അവരെല്ലാം അവർക്ക് ഈ അപ്പനും അമ്മയും തമ്മിലുള്ള ഈ പൊരുത്തമില്ലായ്മയുടെ അത് കണ്ട് വളർന്ന് അവരുടെ നഷ്ടപ്പെട്ടു പോകുന്ന നല്ലൊരു ബാല്യം, അങ്ങനെയൊക്കെ അവർ ഒത്തിരിയും ഒരു സങ്കടം. ഇപ്പോൾ ഒരു ഡിവോഴ്സിലോട്ടൊക്കെ പോവുകയാണെങ്കിൽ അവസാനം ഒരു നാട്ടിലത്തെ ഒരു ഇതൊക്കെ അനുസരിച്ച്, എനിക്ക് ശരിക്കറിയത്തില്ല, പക്ഷെ ഞാൻ കേട്ടിരിക്കുന്നത് പുരുഷന്മാർ സ്ത്രീകളെ സംരക്ഷിക്കാൻ വീട്ടു ചെലവും മരണം വരെ അവരുടെ ചിലവർ പിള്ളേർക്കുള്ളതൊക്കെ കൊടുക്കണം എന്നൊക്കെയാണ്. പക്ഷേ ഇവിടെയാണെങ്കിൽ നേരെ തിരിച്ചാണ്. രണ്ടുപേരും കൂടെ സമ്പാദിക്കുന്ന ഒരുമിച്ച് കൊണ്ടുവരിക, എന്നിട്ട് ഒരുമിച്ച് ഡിവൈഡ് ചെയ്യുക എന്ന. ഒരു പക്ഷേ ഇവിടുത്തുകാർ ഓർത്ത് കാണിയല്ല, ഏതെങ്കിലും മലയാളികളൊക്കെ ഇങ്ങനെ ഒരാൾ, പ്രത്യേകിച്ച് പുരുഷന്മാർ ഒരു ജോലിയും ചെയ്യാതെ ഒരു ഇത്തിൽക്കണ്ണി പോലെ പറ്റിപ്പിടിച്ചിരുന്ന് കുടുംബത്തിൽ ഇരുന്നുകൊണ്ട് ഭാര്യ മാത്രം ജോലി ചെയ്ത് അവർ പിള്ളേരെ നോക്കണം, കുടുംബവും നോക്കണം, വീടും നോക്കണം, എല്ലാം അങ്ങനെ ജീവിച്ചിട്ട് അവസാനം ഒരു ഗത്യന്തരമില്ലാതെ ഒരവസ്ഥ വരിക, ഇനി മുമ്പോട്ട് ഒരുമിച്ച് പോകാൻ പറ്റിയല്ല എന്നുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പം ഇവിടുത്തെ നിയമം അനുസരിച്ച് ആ സ്ത്രീ എന്തെങ്കിലും സമ്പാദിച്ചിട്ടുണ്ടോ അതെല്ലാം ഈക്വലി എടുത്തുകൊണ്ട് അയാൾ പോവും. അപ്പം നമ്മൾ ഇവിടെയൊക്കെ പ്രത്യേകിച്ച് എല്ലാവരും നേഴ്സസാണ്. നേഴ്സുമാർക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഒരു 12 hour ഷിഫ്റ്റ് എന്ന് പറയുന്നത് അതൊക്കെ ഒരു, ഞാൻ എപ്പോഴും പറയും, ഡമാസ്കസിൻ്റെ വാള് തലയ്ക്ക് മുകളിലാണെന്ന് പറഞ്ഞ പോലെയാണ് ഇവിടുത്തെ ലൈസൻസ്. അപ്പോൾ നമ്മൾ ആ ഒരു കണ്ണുനീർ തുള്ളികൾ കൊണ്ട് കോർത്തുണ്ടാക്കിയതാണ് ഒരു പേച്ചക്കെന്ന് എനിക്ക് പലപ്പോഴും തോന്നുന്നത്. എന്തോരം നമ്മൾ സങ്കടങ്ങളിൽ കൂടെ കടന്നു പോയിട്ടാണ് ഒരു 12 മണിക്കൂർ നമ്മൾ കഴിച്ച് കിട്ടുന്നത്. അങ്ങനെ കിട്ടുന്ന പൈസ ഒരു ജന്മം മുഴുവൻ നമ്മൾ ഒരു വീടായിരിക്കും നമ്മുടെ ആപ്പാടെയുള്ള ഒരു സമ്പാദ്യം. അതെല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോയെന്ന് പറഞ്ഞ പോലെ ചിലപ്പം നമ്മൾ രാത്രികളിൽ ഉറങ്ങാതെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ പൈസ മുഴുവനും അന്നേരം കള്ള് കുടിച്ച് പുതപ്പിൻ്റെ അടി കിടന്നുറങ്ങിയ ഭർത്താവ്, ഐ ആം ലീഗലി മാരീഡ് ടു യു, സോ ഐ നീഡ് ടു ഗെറ്റ് വാട്ട് എവർ യു ഹാവ്, ഹാഫ് ഓഫ് ഇറ്റ്, ഐ ആം ഡിസേർവിങ് ഹാഫ് ഓഫ് ഇറ്റ് വാട്ട് എവർ യു ഹാവ് എന്നുള്ള രീതിയിൽ അതിൻ്റെ അവകാശമാണെന്ന്, സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണെന്ന് സുഭാഷ് ചന്ദ്രബോസ് പറഞ്ഞ പോലെ തട്ടിപ്പറിച്ചുകൊണ്ട് പോകുമ്പം അത് നമ്മുടെ കണ്ണുനീരോടുകൂടി നമുക്ക് നോക്കി നിൽക്കാൻ മാത്രമേ പറ്റുള്ളൂ. അങ്ങനത്തെ കുറേ മൈനസ് പോയിന്റുകൾ ഈ വിവാഹം എന്ന് പറഞ്ഞ ഉടമ്പടി കൊണ്ടുണ്ട്. അതുപോലെ തന്നെ കുറേ എന്നും പറഞ്ഞാൽ എല്ലാവരും അങ്ങനെയല്ല, ചുരുക്കം ചില ഭാഗ്യദോഷികൾക്ക് അങ്ങനെ സംഭവിക്കുന്നു എന്നല്ലാതെ നല്ലതായിട്ട് അതിനെ നല്ല രീതിയിൽ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ചെയ്തിട്ടാണെങ്കിലും നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന ആണ് മജോറിറ്റി. അങ്ങനെയാണല്ലോ, ലോകത്തിൻ്റെ മുമ്പിൽ തിരുക്കുടുംബമായിരിക്കും. അടിയിൽ ബിഹൈൻഡ് ദ കർട്ടൻസ് അടിയും പിടിയും ഒക്കെ നടന്നാലും അതൊരു അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ കൊണ്ടുപോയത് പിള്ളേരെ ഒന്നും അറിയിക്കാതെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ വിജയിക്കുന്നവരും ഉണ്ട്. അപ്പം ഇന്നത്തെ തലമുറയിലെ പിള്ളേർ ചിന്തിക്കുവാണ്, എന്തിനാണ് അത്. കുറേ പിള്ളേർ അതിന് ചിന്തിക്കുന്നതിന് കുറേ കാരണങ്ങളും ഉണ്ട്. ചില പിള്ളേർ ഇപ്പം നല്ലൊരു കുടുംബജീവിതം കണ്ടു വളരുന്ന, അപ്പനും അമ്മയും വളരെ സന്തോഷമായിട്ട് ജീവിക്കുന്ന കണ്ടു വളരുന്ന പിള്ളേരാണെങ്കിൽ പോലും ചിലപ്പോൾ തീരുമാനിക്കും, എനിക്ക് തന്നെ ജീവിച്ചാൽ മതി, എനിക്ക് സ്വാതന്ത്ര്യമാണ് ഇഷ്ടം, എനിക്ക് ഈ ഭാരമൊന്നും ഈ റെസ്പോൺസിബിലിറ്റി ഒന്നും തലയിലെടുത്ത് വെക്കാൻ വയ്യ എന്ന് വിചാരിക്കുന്നവരുണ്ട്. പിന്നെ വേറൊരു കൂട്ടർ ഇതുപോലെ അപ്പനും അമ്മയും തമ്മിലുള്ള പൊരുത്തക്കേടുകൾ കണ്ടു വളർന്നവർ, അവരോർക്കും എന്തിനാണ് ഈ ഞാനിന്മേൽ കളി, ഞാൻ എന്തിനീ ലോട്ടറി എടുക്കാൻ പോകുന്നു, എനിക്ക് ഈ സമാധാനമാണ് എനിക്ക് നല്ലത്, എനിക്ക് ഈ ഒറ്റയ്ക്ക് ജീവിച്ചാൽ മതി എന്നങ്ങനെ പല കാരണങ്ങളാൽ അങ്ങനെ തീരുമാനമെടുക്കുന്നവരുണ്ട്. പണ്ടത്തെ ഒരു നമ്മുടെയൊക്കെ ഒരു തലമുറയിലെ, പഴയ തലമുറയിലെ ഒരു 18, 20, 21 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് കല്യാണം എന്ന് പറഞ്ഞാൽ മസ്റ്റാണ്. അപ്പം നമ്മൾ ഏത് പന്തൽ കണ്ടാലും അത് കല്യാണ പന്തൽ എന്ന് പറയുന്ന അവസ്ഥയായിരുന്നു അന്നൊക്കെ, അന്നത്തെ പിള്ളേർക്ക് ഒരു 18, 21 ആകുമ്പോൾ. പിന്നെ അതുപോലെ ആ ഒരു പാരഡി ഗാനം പോലെ, എൻ്റെ പ്രായത്തിലുള്ളവരെല്ലാം കെട്ടി 2 മക്കളുമായി, എന്നെ എന്തേ കെട്ടിക്കാത്തത്, എനിക്കെന്തേ പ്രായമായില്ലേ എന്ന് പറഞ്ഞിരുന്ന ഒരു ജനറേഷൻ അസ്തമിച്ചു ഗൈസ്. ആരും ഇന്നത്തെ പിള്ളേർക്കൊക്കെ അന്നത്തെ ഒരു 28കാരൻ്റെ ബുദ്ധി ഇന്നത്തെ ഒരു 8 വയസ്സുകാരനുണ്ട്. അത്രയും അവരുടെ ആ ബ്രെയിൻ ഡെവലപ്മെൻറ്റ്, അവരുടെ ചിന്താഗതികളൊക്കെ ഒത്തിരി മാറി. അപ്പോൾ അവർ ഇപ്പം അന്ന് 21, 22, 26 മാക്സിമം കല്യാണം കഴിക്കുന്നതായിരുന്നെങ്കിൽ ഇന്ന് അതിൽ നിന്നൊക്കെ മുമ്പോട്ട് പോയി 33, 34, 35 അങ്ങനെ ഏതെങ്കിലും. ഇപ്പം അവരിപ്പം കല്യാണം കഴിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവർ ഒന്നും കല്യാണം കഴിക്കാതിരിക്കുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റിയല്ല. അവരുടെ ജീവിതയാത്രയിൽ അവരാരെങ്കിലും അവർക്ക് ചേരുന്ന നല്ല കൂട്ടുകാരെ, നല്ല പാർട്ട്നേഴ്സിനെ, അവർക്ക് ചേരുന്ന ആൾക്കാരെ, മനസ്സിനെ യോജിച്ചവരെ കണ്ടുകിട്ടുവാണെങ്കിൽ അവർ ഒരുമിച്ച് ജീവിക്കും. പക്ഷേ നമ്മൾ ആ
സമയത്തിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. അല്ലാതെ നമ്മൾ ആലോചിക്കട്ടെ മോനെ, ആലോചിക്കട്ടെ മോളെ, കല്യാണം കഴിയും മോനെ, കല്യാണം കഴിയുമ്പോൾ നമ്മളെപ്പോഴും അവരുടെ പുറകെ ഇങ്ങനെ ഒരു, അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് എവിടെയെങ്കിലും അവരെ കല്യാണം, ഇന്നത്തെ പിള്ളേർ നമ്മുടെ ഇഷ്ടത്തിന് കല്യാണം കഴിക്കുകയില്ല. കഴിച്ചാൽ തന്നെയും പണ്ടൊക്കെ മാതാപിതാക്കന്മാരുടെ ഇഷ്ടത്തിന് കല്യാണം കഴിച്ച പല മക്കളും ഇന്നിരുന്ന് എൻ്റെ അമ്മേ എന്നോടിത് ചെയ്തല്ലോ എന്ന് മരിച്ചു പോയെങ്കിൽ പോലും അമ്മയോടും അപ്പനോടും സങ്കടത്തോടെ പറയുന്ന മക്കളെ, അങ്ങനെ ഒരു നാളെ നമ്മുടെ കുഞ്ഞുങ്ങൾ അങ്ങനെ ഇരുന്ന് പറയാൻ ഇടവരരുത്. കാരണം അവർ പറയുക അമ്മ ആലോചിക്കേണ്ട, അപ്പൻ ആലോചിക്കേണ്ട, ഞാൻ എനിക്ക് ഇഷ്ടമുള്ളവരെ കണ്ടുപിടിച്ചോളാം എന്ന് പറയുമ്പോൾ അവരെ അവരുടെ സ്വാതന്ത്ര്യത്തിന് വിടുക. പിന്നെ അതിലെല്ലാം ഉപരിയായിട്ട് അവർ നല്ല മിടുക്കരായിട്ട് നല്ല ജോലിയൊക്കെ ചെയ്തൊരു കോഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്ത് നല്ല ഉത്തരവാദിത്വ ബോധമുള്ളവരായിട്ട് നല്ല കുഞ്ഞുങ്ങളായിട്ട് ജീവിക്കുന്ന കാണുമ്പം ദൈവം തമ്പുരാന് നന്ദി പറയുക. തമ്പുരാനെ അവർ വേറെ എന്തെങ്കിലുമൊക്കെ വഴിക്കൊന്നും പോകാതെ അവരിങ്ങനെയൊക്കെ നന്നായിട്ട് ജീവിക്കുന്നുണ്ടല്ലോ, അതിന് അവർ തന്നെ പറയാം അമ്മ എനിക്ക് ഇങ്ങനെ ജീവിച്ചാൽ മതി, എനിക്ക് ഇതാ സന്തോഷം എന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ സന്തോഷിക്കുക. പിന്നെ മനുഷ്യരല്ലേ നമ്മളെല്ലാവരും, എല്ലാ മാതാപിതാക്കന്മാരുടെയും ഒരു വലിയ ദുഃഖമാണ് ഞാൻ എൻ്റെ കാലശേഷം ഞാൻ മരിച്ചു കഴിയുമ്പോൾ എൻ്റെ കൊച്ചിന് ഒരു കൂട്ട് അവൻ തന്നെയാവുമല്ലോ അവൾ തന്നെയാവുമല്ലോ എന്നൊക്കെ ഉള്ളൊരു വലിയ സങ്കടം. അന്ന് തന്നെയല്ല ആൺപിള്ളേർ തന്നെയുള്ള ഒരു വീട്ടിലാണെങ്കിൽ ഒരു പെങ്കൊച്ച് വന്ന് കയറുമ്പോൾ നമുക്കൊരു മകളെ കിട്ടുന്നു, തിരിച്ചാണെങ്കിൽ ഒരു മകനെ കിട്ടുന്നു, പിന്നെ അവർക്ക് അവരുടെ മക്കളുണ്ടാകുന്നു, നമ്മൾ പേരക്കുട്ടികളെ നോക്കിയിരിക്കുന്നു, അവരവധിക്ക് വരുന്നത് നോക്കി, അതൊക്കെ ജീവിതത്തിൻ്റെ നമ്മുടെ സന്തോഷം, നമ്മുടെ അവസ്ഥകൾ മാറി മാറി ചേഞ്ചസ്, നമ്മൾ ഒരേപോലെ പോകുന്ന നമ്മുടെ ജീവിതത്തിന് സന്തോഷം തരുന്ന മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെയാണ്. അങ്ങനെയാണ് ഓട്ടോമാറ്റിക്കലി അങ്ങനെയാണ് പോകേണ്ടത്. പക്ഷെ അങ്ങനെയല്ല, അവർ തിരിച്ചൊരു തീരുമാനം എടുക്കുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ഓർത്ത് ഇങ്ങനെ ഒത്തിരിയും ആദ്യപ്പെടേണ്ട ഒരു ദുഃഖിക്കേണ്ട വിഷയങ്ങളൊക്കെ ലോകത്തിൽ ഒത്തിരി ഉണ്ട്. അതായത് മക്കൾ നമ്മുടെ മുമ്പിൽ തളർന്നു കിടക്കുന്ന പേരൻസ് അവരെ കെയർ ചെയ്യുന്ന അങ്ങനത്തെ രോഗാവസ്ഥയിൽ കൂടെ കുഞ്ഞുങ്ങളിരിക്കുന്ന അങ്ങനത്തെ മാതാപിതാക്കൾ. ഞാനിപ്പോഴും ഓർക്കും, എൻ്റെ ഫ്ലോറിൽ ഒരു പേഷ്യൻ്റ്, ഒരു 44 വയസ്സുള്ള വിടുത്തുകാരനാണ്, ജോലി കഴിഞ്ഞ് വന്നപ്പം നൈറ്റ് ഷിഫ്റ്റ് എന്തോ കഴിഞ്ഞിട്ട് വരുമ്പോൾ ഇതുപോലെ ഉറങ്ങിപ്പോയി. അങ്ങനെ വണ്ടി ചെന്നിടിച്ച് ആക്സിഡൻറ്റ് ഉണ്ടായിട്ട് അയാൾ ക്വാഡ്രിപ്ലീജിക്ക് ഇവിടം തുടങ്ങി താഴോട്ട് ഒരു സെൻസേഷനും ഇല്ലാതെ 2023 നടന്നൊരു ആക്സിഡൻറ്റ്, ഒരു ജീവച്ഛവം പോലെ. അങ്ങനെ അയാൾ ഇന്നും അങ്ങനെ മുഖം മാത്രം ഒരു കുഴപ്പമില്ല, ചിരിച്ചുകൊണ്ട് ഒരു ചിരി ആ മുഖത്ത് എപ്പോഴും ഉണ്ട്. ഒന്ന് ഓർത്ത് നോക്കി, ആത്മഹത്യ ചെയ്യണമെന്ന് വിചാരിച്ചാൽ പോലും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ. അതൊക്കെ ശരിക്കും ദുഃഖങ്ങളാണ്. അല്ലാതെ ഇപ്പം പിള്ളേർ കല്യാണം കഴിച്ച്, അത് ഓഫ്കോഴ്സ് ഒരു ദുഃഖം തന്നെയാണ്. കാരണം നമ്മുടെ പ്രായത്തിലുള്ള ആൾക്കാരുടെ മക്കളൊക്കെ കല്യാണം കഴിച്ച് കുടുംബമായിട്ടൊക്കെ ജീവിക്കുന്ന കാണുമ്പോൾ മനുഷ്യരല്ലേ, നമുക്ക് എല്ലാവർക്കും ഒരു നഷ്ടബോധവും എൻ്റെ കുഞ്ഞൊറ്റയ്ക്കാണല്ലോ എന്നുള്ള ദുഃഖം എപ്പോഴും മരിക്കുന്നോടും വരെ അന്ത്യശ്വാസം വരെ നമ്മളെ ഇങ്ങനെ വിഷമിപ്പിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ നമ്മൾ തന്നെ ഒന്ന് ആത്മശോധന ചെയ്യുക. നമ്മളെ നോക്കാൻ വേണ്ടി നമ്മുടെ മാതാപിതാക്കന്മാർ തേടിപ്പിടിച്ച് അന്നത്തെ കാലത്ത് ലക്ഷങ്ങളും സ്വർണവും ഒക്കെ കൊടുത്ത് നടത്തിയ വിവാഹം ഇന്നിപ്പം ആ ഒരു ഭാരം നമ്മുടെ തലയിൽ നിന്ന് ഇറക്കാൻ വേണ്ടി നമ്മൾ കോടികൾ കൊടുത്താൽ പോലും ഇറക്കാൻ പറ്റാതെ നമ്മൾ കിടന്ന് സ്ട്രഗിൾ ചെയ്യുമ്പം നമ്മൾ തണലാകേണ്ട, നമ്മളെ സംരക്ഷിക്കേണ്ട, നമ്മൾക്ക് കൂട്ടായിട്ട് ഏൽപ്പിച്ച നമ്മുടെ ആ കൂട്ടുകാരൻ അല്ലെങ്കിൽ ആ കൂട്ടുകാരി നമ്മൾ എത്രമാത്രം സംരക്ഷിച്ചു, അല്ലെങ്കിൽ അവരിൽ നിന്ന് നമുക്ക് എന്തുമാത്രം സുഖമാണ് ഈ ദാമ്പത്യം അല്ലെങ്കിൽ കൂട്ടുകെട്ടിൻ്റെ എന്തോ ഒരു സംരക്ഷണമാണ് നമുക്ക് കിട്ടിയതെന്ന് നമ്മൾ സ്വയമായിട്ടൊന്ന് ആലോചിച്ച് നോക്കുക. എല്ലാവരുടെയും കാര്യമല്ല ഞാൻ പറയുന്നത്, ഒത്തിരി പേര് നല്ല രീതിയിൽ തന്നെ പോകുന്നു, അല്ലാത്ത ഒത്തിരി നിർഭാഗ്യവാന്മാരുടെയും നിർഭാഗ്യവതികളുടെയും കാര്യമാണ് ഞാനീ പറയുന്നത്. അതൊക്കെ വെച്ച് നോക്കുമ്പം ഇപ്പം നമുക്ക് ഒരു ദുഃഖമുള്ളൂ, അവർക്ക് ഒറ്റയ്ക്കാണല്ലോ എന്നുള്ളത്. അപ്പം അല്ലാതെ ആ ദുഃഖങ്ങളെയൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഈ ദുഃഖമൊന്നുമല്ല. അതുകൊണ്ട് നമ്മൾ അങ്ങനെയൊക്കെ ഓരോതിൽ ആശ്വസിച്ച് നമ്മൾ മുമ്പോട്ട് പോവുക എന്നുള്ളതാണ്. നാച്ചുറലി മറ്റേപ്പാട് തന്നെയാണ് വരേണ്ടത്. പക്ഷെ അങ്ങനെ വരാതെ വരുമ്പോൾ നമുക്ക് മുമ്പോട്ട് സർവൈവ് ചെയ്യാനും നമുക്ക് പിടിച്ചു നിൽക്കാനുമുള്ള വഴികൾ നമ്മൾ ഇങ്ങനെയൊക്കെ ചിന്തിച്ച് കണ്ടുപിടിക്കുക. നമുക്ക് ദൈവം തന്നിരിക്കുന്ന പിള്ളേരുടെ ആരോഗ്യത്തിനും ആയുസ്സിനും അവരുടെ മിടുക്കരായിട്ട് ജീവിക്കുന്നതിനൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ നന്ദിയുള്ള മനസ്സോടുകൂടി നാളെ ദൈവം തമ്പുരാൻ അവർക്കൊരു നല്ലത് കൊടുക്കും. അവരുടെ നല്ല ചേരുന്ന കൂട്ടുകാരെ അവരുടെ വഴിയിൽ കണ്ടുപിടിക്കും എന്നുള്ള ശുഭപ്രതീക്ഷയോടുകൂടി നമ്മൾ മുമ്പോട്ട് പോവുക എന്നുള്ളതാണ് നമ്മുടെ ഈ റിട്ടയർമെൻറ്റ് സമയത്ത്, ഒരു 50കളൊക്കെ കഴിഞ്ഞ സമയത്ത് നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ സമയം നമുക്കിഷ്ടമുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളും ഒക്കെ ചെയ്ത് മക്കൾക്ക് വേണ്ടി എപ്പോഴും മനസ്സിലൊരു പ്രാർത്ഥനയുമായിട്ട് തമ്പുരാനെ അവരെ കൈവിടല്ലേ എന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവരെ സൃഷ്ടിച്ചൊരു സൃഷ്ടികർത്താവുണ്ട്. അങ്ങേർക്കുള്ള അവരെ സംബന്ധിച്ചൊരു നിശ്ചയമുണ്ട്, അത് അതുപോലെ നടക്കും. ആ നിശ്ചയം നല്ലതായിരിക്കണേ, അവർക്ക് എന്നും നന്മ വരണേ എന്ന് നമുക്ക് ഇപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കാം. അപ്പം അടുത്ത എപ്പിസോഡിൽ വേറെ എന്തെങ്കിലുമൊക്കെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ ടേക്ക് കെയർ.